വിളിക്കും. എവിടെയാണെന്ന് അറിയാനായിരുന്നു. ഞങ്ങളെ ഒരു യാത്രയിലാണ് അമ്പലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്പലപ്പുഴ ഇപ്പോൾ തകഴി വലിയ പാലമാണ്. വലിയ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ബ്രിഡ്ജാണ്. എല്ലാവർക്കും അറിയായിരിക്കില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തകഴി ശിവശങ്കർ. ഇപ്പോൾ ട്രെയിൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതാണ് ഈ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടക്കുകയൊക്കെ ചെയ്തത്. ഈ തിരക്ക്. ഇതാണ് നമ്മുടെ തകഴി ശിവശങ്കരുടെ വീട്, അന്തി ഇറങ്ങുന്ന വീട്. ഇപ്പോൾ ഇതൊരു സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നൊരു ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ. സത്യം പറഞ്ഞാൽ എത്രയോ ഈ ട്രെയിനിലേക്ക് ചൂളം വിളികൾ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഇവിടെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഇത് നമ്മുടെ അമ്പലപ്പുഴ അമ്പലമാണ് കേട്ടോ, ഉണ്ണിക്കണ്ണൻ്റെ അമ്പലമാണ്. ഈ വലതുവശത്ത് കാണുന്നത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകമാണ്. തൊട്ടപ്പുറത്തായിട്ട് പശു ഇതാണ് ഗോശാല ആണ്. നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുമതിലാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു വലിയ ക്ഷേത്രം തന്നെയാണ് നമ്മുടെ അമ്പലപ്പുഴ കണ്ണൻ്റെ ക്ഷേത്രം. കുഞ്ഞന്തമ്പിയാർ ആയിരുന്നു അവിടുത്തെ വലുത വിദ്വാനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മളവിടെ നേരെ പിന്നെയും അമ്പലപ്പുഴക്കുള്ള ആ ഒരു യാത്രയിലാണ്. നല്ല മഴയായിരുന്നു അന്ന് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ചാറ്റ മഴയും പിന്നെ അങ്ങനെയുള്ള ഭയങ്കര നല്ല കാലാവസ്ഥയായിരുന്നു. ഇത് അമ്മാൻ്റെ കാറാണ്. അതിനകത്ത് ഇരുന്നുകൊണ്ട് പിന്നെ നമ്മളൊന്നും അറിഞ്ഞില്ല. അമ്മാൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല. എന്ന് വെച്ചാൽ അമ്മാനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാകും. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈപ്പാസിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. അതിപ്പം തീരാറായി പണിയല്ല. വളരെ 3-4 വർഷം കൊണ്ടായി ഈ പണി തുടങ്ങിയത്. നല്ല തിരക്കാണ്. ഇത് ബ്ലോക്കായോണ്ടായിരിക്കും. മഴ മാറി നിൽക്കുന്നത് മഴ മാറി ഞങ്ങൾ തിരിച്ചു സമയമാണ്. വ്യത്യസ്തമാരെ ഒന്ന് പഠിക്കാനായിട്ട് ഇപ്പോൾ എടുത്തത് അതിൽ വ്യത്യസ്തമാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ വീട് ആയിട്ട് കിടക്കുന്ന ഇതിൻ്റെ കരുതലുകൾ കരുതിയിട്ടുള്ള അന്നത്തെ കാലത്തുള്ള